എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്കുണ്ടാവാൻ സാധ്യതയല്ല ഉറപ്പായിട്ടും ഉണ്ടാകുന്ന എററുകൾ അഥവാ പിശകുകളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ എറർ ഉണ്ടാകുന്ന മെഷർമെൻറ്റുകളെ നമ്മൾ ഒരു ട്രൂ വാല്യൂവുമായി ഇങ്ങനെ കമ്പയർ ചെയ്യുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആക്യുറസി പറഞ്ഞു. എത്രത്തോളം ചെറിയ വാല്യൂ വരെ നമുക്ക് അളക്കാൻ സാധിക്കുന്നു ഒരു മെഷർമെൻറ്റ് ബേസ് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രിസിഷൻ പറഞ്ഞു. പിന്നെ എററുകളുടെ കാറ്റഗറി പറഞ്ഞു, സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ് എന്നതാണ്. 71/2022 എന്ന് പറയുന്ന പരീക്ഷയിൽ PSC നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? mL(T)⁻², mL²T)⁻², mL²T)-3, LT)-2. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 26/2022 എന്ന് പറയുന്ന പരീക്ഷയിൽ PSC ചോദിച്ചിരിക്കുകയാണ് ശരാശരി പ്രവേഗത്തിൻ്റെ ഡയമെൻഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഇത് രണ്ടിലും നമുക്ക് കോമൺ ആയിട്ടൊരു വാക്ക് ഡയമെൻഷൻ എന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കണ്ടന്റ് ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ നമ്മൾ കേട്ടൊരു വാക്ക് ഡയമെൻഷൻ എന്നതാണ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ നേച്ചറിനെ, സ്വഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിൻ്റെ ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാനായി പറ്റും. നേച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് യൂസിങ് ഇറ്റ്സ് ഡയമെൻഷൻ. അപ്പോൾ എന്താണ് ഡയമെൻഷൻ? ആൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ്? ആൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 7 ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ഇതാണ് നമ്മൾ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് എന്തായിരുന്നു? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യാനോ അതായത് ഒരു ക്വാണ്ടിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് മറ്റു ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ലെങ്കിൽ, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് മറ്റു ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത്തരം ക്വാണ്ടിറ്റികളെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന മറ്റെല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റുകൾ ഉള്ള ക്വാണ്ടിറ്റി അല്ലേ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്, അതായത് ഡിറൈവ്ഡ് യൂണിറ്റുകളുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത ഏത് ക്വാണ്ടിറ്റിയും നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, എന്താണ്? ലെങ്ത്, മാസ്, ടൈം, പിന്നെ ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്തായിട്ട് 7 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ വി കാൾ ദീസ് ബേസ് ക്വാണ്ടിറ്റീസ് ദ 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. ഫിസിക്കൽ വേൾഡിലെ 7 ഡയമെൻഷൻ നമ്മൾ പറയുന്നത് ഈ 7 ക്വാണ്ടിറ്റികളെയാണ്. അപ്പോൾ ഈ 7 ക്വാണ്ടിറ്റികളെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. എന്താണ്? നമ്മൾ മറ്റെല്ലാ ക്വാണ്ടിറ്റികളെയും, പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ ക്വാണ്ടിറ്റികളെയും ഡിഫൈൻ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡയമെൻഷൻ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മാസിനെ നമ്മൾ M കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ലെങ്തിനെ നമ്മൾ L കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഡിനോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്യാപിറ്റൽ M ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ M, ലെങ്തിന് ക്യാപിറ്റൽ L, അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞത്, ഡിനോട്ടഡ് വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ടൈമിന് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ T ഇടും. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ആംപിയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ടിന് എന്തിടും? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ A ഇടും. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് T ഇടണം എന്ന് നമുക്ക് തോന്നില്ല, ടെമ്പറേച്ചർ T അല്ലേ എന്നർത്ഥം. പക്ഷേ ടൈമിന് ആൾറെഡി നമ്മൾ T യൂസ് ചെയ്ത് പോയത് കൊണ്ട് നമ്മൾ കെൽവിൻ യൂണിറ്റ് ആയതുകൊണ്ട് അതിനെ K കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് മോള് തന്നെ അകത്തിടും. കാരണം മോളിന് ക്യാപിറ്റൽ എം യൂസ് ചെയ്യാൻ പറ്റില്ല, മാസിന് ആൾറെഡി നമ്മൾ ക്യാപിറ്റൽ എം യൂസ് ചെയ്തുകൊണ്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിന് നമ്മൾ മോളെന്ന് തന്നെ ഇടും. ലുമിനസ് ഇൻറ്റൻസിറ്റിക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് സി ഡി ഇടും, ക്യാൻഡല. അപ്പോൾ ഇതാണ് നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 7 ലെറ്റേഴ്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തിട്ടുകൊണ്ട് ഡിനോട്ട് ചെയ്തില്ലേ? ഈ 7 ഡിനോട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എം, എൽ, ടി, എ, കെ, മോള്, സി ഡി. ഈ 7 എണ്ണത്തിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഡയമെൻഷൻസ് റെഫേഴ്സ് ടു ദ നേച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏത്? ലെങ്ത് പോലെ, മാസ് പോലെ, ടൈം പോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ നേച്ചറിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റാദർ ദാൻ ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ. അതായത് ഒരു ഫോഴ്സ് എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് എന്നതൊന്നും നമ്മൾ ഡയമെൻഷൻസിൽ എന്ത് ചെയ്യില്ല, നമ്മൾ മറിച്ച് ഫോഴ്സ് ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതെങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, വിച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഹൗ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഡയമെൻഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എം എഴുതി, എൽ എഴുതി, ടി എഴുതി, എ എഴുതി, കെ എഴുതി, മോൾ എഴുതി, സി ഡി എഴുതി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ നേച്ചർ റാദർ ദാൻ ഇറ്റ്സ് വാല്യൂ എന്ന് പറഞ്ഞല്ലോ. നേച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാൻ ഇറ്റ്സ് വാല്യൂ എന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് അറിയണം. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ്, ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞു മാസിന് നമ്മൾ എം കൊണ്ടും, ലെങ്തിന് എൽ കൊണ്ടും, ടൈമിന് ടി കൊണ്ടും, ഇലക്ട്രിക് കറണ്ടിന് എ കൊണ്ടും, ടെമ്പറേച്ചർ കെ, മോള്, സി ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു എണ്ണത്തെ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണ്. വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്ന് വരുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കും, മോഷനിലൊക്കെ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എപ്പോഴും ഏത് യൂണിറ്റിലാണ് പറയാറുള്ളത്? ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ഉണ്ടായ ചേഞ്ചാണ്. അതായത് ഒരു വസ്തുവിന് എത്ര മീറ്റർ പൊസിഷൻ ചേഞ്ച് ഉണ്ടായി, അപ്പോൾ മീറ്റർ ലെങ്തിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് പറയാറുള്ളത്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയെ നമുക്ക് എങ്ങനെ എഴുതാടേ? ലെങ്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ബൈ ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ താഴെയുള്ള ടി മുകളിൽ കൊണ്ടുപോകുമ്പോൾ അതെന്താവും? എൽ ടി റൈസ് ടു -1 എന്നാവും. എന്നിട്ട് അതിന് രണ്ടും കൂടെ കോമൺ ആയിട്ട് നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടൂടെ? ഇതാണ് അപ്പോൾ എന്ത്? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് ചോദിക്കുകയാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേടേ? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്താണ്? എൽ ടി റൈസ് ടു -1 ആണ് വെലോസിറ്റിയുടെ ഫോർമുല. അതേ ബൈ ടൈമാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ഈ ടി എ മോളിൽ കൊണ്ട് അതും എന്താവും? ടി റൈസ് ടു -1 ഉണ്ടാവും. അപ്പോൾ എൽ ടി റൈസ് ടു -1, ടി റൈസ് ടു -1, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എത്ര? എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു -1 എത്ര? ടി റൈസ് ടു -1 അല്ലേ? അപ്പോൾ എൽ ടി റൈസ് ടു -2. ഇതാണ് എന്ത്? ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന്. ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം ആണ് ഇൻറ്റു ആക്സിലറേഷൻ ഡയമെൻഷൻ അല്ലേ? മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എം ആണ് ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ എം ഇൻറ്റു എൽ ടി റൈസ് ടു -2. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് എഴുതാം? എം എൽ ടി റൈസ് ടു -2 എന്ന് എഴുതാം. ഇതിനെ തന്നെ എം റൈസ് ടു 1, എൽ റൈസ് ടു 1, ടി റൈസ് ടു -1 എന്ന് നമുക്ക് വായിക്കാം. വായിച്ചൂടെ? ഇപ്പോൾ ഇവിടെ വെലോസിറ്റി എൽ ടി റൈസ് ടു -1, അത് നമുക്ക് എന്തെന്ന് വായിക്കാം? എൽ റൈസ് ടു 1, ടി റൈസ് ടു -1 എന്ന് വായിക്കാം. എൽ ടി റൈസ് ടു -2 എന്തെന്ന് വായിക്കാം? എൽ റൈസ് ടു 1, ടി റൈസ് ടു -2 എന്ന് വായിക്കാം. എം എൽ ടി റൈസ് ടു -2 എന്തെന്ന് വായിക്കാം? എം റൈസ് ടു 1, എൽ റൈസ് ടു 1, ടി റൈസ് ടു -2 എന്ന് വായിക്കാം. അതായത് ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡയമെൻഷൻസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് മാസിൻ്റെ ഫസ്റ്റ് പവർ, ലെങ്തിൻ്റെ ഫസ്റ്റ് പവർ, ടിയുടെ -2 പവർ, ഇതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വെലോസിറ്റി പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ പറയുമ്പോൾ വെലോസിറ്റി ലെങ്ത് റൈസ് ടു 1ഉം ടി റൈസ് ടു -1ഉമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്സിലറേഷൻ പറഞ്ഞാൽ ലെങ്ത് റൈസ് ടു 1ഉം ടി റൈസ് ടു -2ഉമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ആക്സിലറേഷൻ എന്ന ക്വാണ്ടിറ്റി ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളിവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്?
പവർ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്തത്. അതായത് ഈ ലോകത്തുള്ള വേറെ ഏത് ക്വാണ്ടിറ്റിയെയും നമുക്കിത് ഈ 7 ക്വാണ്ടിറ്റികളുടെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ആ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്, ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഈ പറഞ്ഞ ബേസിക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അഥവാ എക്സ്പൊണൻ്റ് വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പവേഴ്സ് ഓർ എക്സ്പൊണൻസ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഫോഴ്സിൻ്റെ നമ്മൾ എഴുതി നോക്കി, ഫോഴ്സ് നമ്മൾ എങ്ങനെ എഴുതിയത്, ഫോഴ്സിൻ്റേത് ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു mL/T⁻², അഥവാ m⁻1 L⁻1 T⁻². അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പവേഴ്സ് ഓർ എക്സ്പൊണൻസ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. അതായത് ഈ ക്വാണ്ടിറ്റിയെ, ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ ബേസ് ക്വാണ്ടിറ്റീസിനെ ഏതൊക്കെ പവറുകളിലേക്ക് റൈസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ മാസിൻ്റെ എം എന്ന ഡയമെൻഷനെ ഫസ്റ്റ് പവറിലേക്ക് 1ലേക്ക് റൈസ് ചെയ്തു, ലെങ്തിൻ്റെ എല്ലിനെ 1ലേക്ക് റൈസ് ചെയ്തു, ടൈമിൻ്റെ ടിയെ -2ലേക്ക് റൈസ് ചെയ്തു. വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തേ, വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ L⁻1 T⁻². അപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷനെ 1ലേക്ക് റൈസ് ചെയ്തു, ടൈമിൻ്റെ ഡയമെൻഷനെ -1ലേക്ക് റൈസ് ചെയ്തു. ആക്സലറേഷൻ എങ്ങനെ റൈസ് ചെയ്തേ, L⁻1 T⁻². അപ്പോൾ ഈ ലെങ്തിൻ്റെ ഡയമെൻഷനെ 1ലേക്ക്, ടൈമിൻ്റെ ഡയമെൻഷനെ -2ലേക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ബൈ ടൈമാണ് കറണ്ട്. ഓക്കെ, ചാർജ് ബൈ ടൈമാണ് കറണ്ട്. ചാർജ് ഫ്ലോയിങ് ത്രൂ ആൻ ഏരിയ ഇൻ യൂണിറ്റ് ടൈമാണ് കറണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം, കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം, IT എന്ന് എഴുതാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതും, ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതണമെങ്കിൽ കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. നമ്മൾ തൊട്ട് മുമ്പിൽ കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്തെന്നാണ് പറഞ്ഞ്, A എന്നാണ് പറഞ്ഞത്, ക്യാപിറ്റൽ A എന്ന, ടൈമിൻ്റേത് T എന്ന. അപ്പോൾ Q ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല AT എന്ന് എഴുതാം, അഥവാ A⁻1 T⁻1 എന്ന് എഴുതാം. അതായത് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 1 എന്ന പവറിലേക്കും ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും 1 എന്ന പവറിലേക്ക് റൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ചാർജിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു, A എന്നും T എന്നും പറയുന്ന 2 ബേസ് ക്വാണ്ടിറ്റീസിനെ സം പവറിലേക്ക്, സം എക്സ്പോണൻറ്റിലേക്ക് റൈസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തു. ഇങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ ഏതിൻ്റെയെങ്കിലും ഒക്കെ ഡയമെൻഷൻസിനെ ഒരു പർട്ടിക്കുലർ എക്സ്പോണൻറ്റിലേക്കോ പവറിലേക്കോ റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അഥവാ സിമ്പിളായി പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്, m⁻1 L⁻1 T⁻². വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, L⁻1 T⁻². ആക്സലറേഷൻ എന്താണ്, L⁻1 T⁻². കറണ്ടിൻ്റെ എന്താണ്, A⁻1 T⁻². ഇങ്ങനെ ഏത് ക്വാണ്ടിറ്റിയെയും ഡയമെൻഷൻസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ഹൗ ആൻഡ് വിച്ച് ഓഫ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഹൗ എങ്ങനെ, പിന്നെ വിച്ച് ഏതൊക്കെ, എന്ത് ബേസ് ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കാൾഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് വെച്ചാൽ ഏതാണ്, അത് ഇതാണ്, m⁻1 L⁻1 T⁻². വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ സൂത്രവാക്യം എന്ന് പറയാം മലയാളത്തിൽ. എന്താണ് ഡയമെൻഷണൽ സൂത്രവാക്യം? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്, L⁻1 T⁻². ആക്സലറേഷൻ എന്താ, L⁻1 T⁻². കറണ്ടിൻ്റെ എന്താ, A⁻1 T⁻². അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ എന്ത് ബേസ് ക്വാണ്ടിറ്റീസ് എങ്ങനെയൊക്കെ, ഇവിടെ ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റി, A എന്നും T എന്നും പറയുന്ന ബേസ് ക്വാണ്ടിറ്റി എങ്ങനെയൊക്കെ ⁻1. ഇവിടെ ഏതൊക്കെ M എന്ന ബേസ് ക്വാണ്ടിറ്റി, L എന്ന ബേസ് ക്വാണ്ടിറ്റി, T എന്ന ബേസ് ക്വാണ്ടിറ്റി ⁻1 അല്ലേ. അങ്ങനെ ഇപ്പോൾ ഫോഴ്സിൽ എന്ത് പറയാം, M, L, T എന്ന ക്വാണ്ടിറ്റീസിലാണ് F ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എമ്മിൻ്റെ ഫസ്റ്റ് പവർ, എല്ലിൻ്റെ ഫസ്റ്റ് പവർ, ടിയുടെ -2 പവർ. അങ്ങനെ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എങ്ങനെയൊക്കെ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതാണ് എന്ത്, ഡയമെൻഷണൽ ഫോർമുല അഥവാ ഡയമെൻഷണൽ സൂത്രവാക്യം. ഈ ഡെഫിനിഷൻ ഒന്നും PSC ഇതുപോലെ അങ്ങനെ ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഏരിയ നിങ്ങൾ ആലോചിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നിങ്ങൾ ഏരിയ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലെങ്ത്, ഇപ്പോൾ ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്, ലെങ്തിൻ്റെ യൂണിറ്റ് നമ്മൾ എന്തിലാണ് പറയുന്നത്,
ലെങ്ത് നീളം അല്ലേ. അപ്പം ലെങ്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എത്ര? എല്ല്. ബ്രെഡ്ത്തിൻ്റെ എത്ര? എല്ല്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആകുമ്പോൾ എത്രയാണ്? എൽ ഇൻറ്റു എല്ല്. അതായത് എന്ത്? എല്ലിൻ്റെ സ്ക്വയർ. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ല് ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എല്ലിൻ്റെ സെക്കൻഡ് പവറാണ്. ഇനി വോളിയം ചോദിക്കുകയാണ്. ഒരു സ്ക്വയർ ബോക്സ് നിങ്ങൾ കൊണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ക്വയർ ബോക്സിൻ്റെ വോളിയം ചോദിക്കുകയാണ് നിങ്ങളോട്. നിങ്ങൾ എങ്ങനെ എഴുതും? ബേസ് ഏരിയ ഉണ്ടല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ എത്ര? എൽ ബി. അത് ഇൻറ്റു ഹൈറ്റും കൂടി. അപ്പോൾ എന്ത്? എൽ ഇൻറ്റു എൽ അല്ലേ. വോളിയം എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ ക്യൂബ്. വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എത്ര? എൽ ക്യൂബ്. ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എത്ര? സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു റേഡിയസ്. ഇപ്പം അവിടെയും ലെങ്ത് ഇൻറ്റു ലെങ്ത് വരും. അപ്പോൾ ഈ പൈക്ക് ഡയമെൻഷൻ ഇല്ലേ എന്നൊരു സംശയം വരാം അല്ലേ. അത് അവിടെ വെച്ചോ, തൊട്ടടുത്തതിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും പൈക്ക് എന്തുകൊണ്ട് ഡയമെൻഷൻ ഇല്ലാന്ന്. വെലോസിറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞു, എൽ ടി റൈസ് ടു -1 അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. ആക്സലറേഷൻ എൽ ടി റൈസ് ടു -2 എക്സ്പ്ലെയിൻ ചെയ്തു. ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി വർക്ക് ചോദിക്കുകയാണ് നമ്മളോട്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി റൈസ് ടു -2. പിന്നെ പവർ 1 ആണെങ്കിൽ അത് ഇടണമെന്ന് നിർബന്ധമില്ല. പവർ +1 ആണെങ്കിൽ അത് ഇടണമെന്നില്ല. എം എൽ എന്ന് സിമ്പിൾ ഇട്ടാലും മതി. എം റൈസ് ടു 1 എൽ റൈസ് ടു 1 എന്ന് ഇട്ടാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എന്താണ്? എല്ല്. ഈ എല്ലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടും. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2, ഈ ബ്രാക്കറ്റ് ഇവിടെ ടിക്കാണ്, ടി റൈസ് ടു -2 അങ്ങനെയാണ് ഇവിടെ. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഓക്കെ, ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതായത് എന്ത്? മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? എൽ ക്യൂബ്. അപ്പോൾ എം ബൈ എൽ ക്യൂബ്. എൽ ക്യൂബ് മോളിൽ പോകുമ്പോൾ എൽ റൈസ് ടു -3 ആവും. അപ്പോൾ എം എൽ റൈസ് ടു -3. ഇതാണ് എന്ത്? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, ഇല്ലെങ്കിൽ തെറ്റാണ്. ഡയമെൻഷൻ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, അല്ലേ തെറ്റാണ്. ഇതാണ് എന്ത്? ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. എനർജി എന്താണ്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അപ്പോൾ നമുക്ക് ആ ലോജിക്ക് വെച്ചിട്ട് വർക്കിൻ്റെ അതേ ഡയമെൻഷൻ തന്നെ എനർജിക്ക് വരും എന്ന് പറയാം. എന്നാൽ നമുക്ക് വേറൊരു സാധനം ചെയ്ത് നോക്കാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ½ m v² ആണ്. അപ്പോൾ ഹാഫിന് ഡയമെൻഷൻ ഇല്ല, എന്തുകൊണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു എമ്മിൻ്റെ എന്താ? എം v² ഡയമെൻഷൻ. വിയുടെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റിയുള്ളത് എൽ ടി റൈസ് ടു -1 ആണ്. അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എം ഇൻറ്റു എല്ലിൻ്റെ സ്ക്വയർ എത്ര? എൽ സ്ക്വയർ. ടി റൈസ് ടു -1ൻ്റെ സ്ക്വയർ എത്ര? ടി റൈസ് ടു -2. അപ്പോൾ എന്ത് കിട്ടി? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അതാണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇവിടെയാണ് ബ്രാക്കറ്റ്. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇതാണ് എന്ത്? എനർജി. അപ്പോൾ എനർജിക്കും വർക്കിനും ഒരേ ഡയമെൻഷനാണ്. ഇതേ ഡയമെൻഷനുള്ള വേറൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ടോർക്ക്. ടോർക്കിനും ഇതേ ഡയമെൻഷനാണ്. കാരണം ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ഈക്വൽ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെയും റേഡിയസിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഇൻറ്റു ഫോഴ്സ് എന്ന തരത്തിലാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടോർക്ക്, എനർജി, വർക്ക്, ഇത് മൂന്നിനും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ കേട്ടോ. കൈനറ്റിക് എനർജി, ഇതെല്ലാം ടോട്ടൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ അതും ഇത് തന്നെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ MGH എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. എം എന്ന് പറഞ്ഞാൽ എന്ത്? മാസ്. അപ്പോൾ ക്യാപിറ്റൽ എം. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ തന്നെ, ആക്സലറേഷൻ ഏതാണ്? എൽ ടി റൈസ് ടു -2 ആണ്. അപ്പോൾ എൽ ടി റൈസ് ടു -2 ഇൻറ്റു എച്ച്. ഹൈറ്റ് എന്താ? ഹൈറ്റ് ലെങ്തിലാണ് അളക്കുന്നത്. അപ്പോൾ അവിടെ എല്ല്. ഹൈറ്റ് ലെങ്തിലല്ലേ. അപ്പോൾ എൽ ഇൻറ്റു എൽ എത്ര? എൽ സ്ക്വയർ. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പോൾ കണ്ടോ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയും കൈനറ്റിക് എനർജിയുടെ ഫോർമുലയും രണ്ടായിരിക്കുമ്പോഴും എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയും കൈനറ്റിക് എനർജിയുടെ ഫോർമുലയും രണ്ടായിരിക്കുമ്പോഴും രണ്ടിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. അപ്പം രണ്ടും എനർജിയാണ്. വർക്ക് എനർജി അല്ലാത്തപ്പോഴും എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്.
അപ്പോൾ എനർജിയും വർക്കും നമുക്ക് കോംപ്ലിമെൻ്ററി ആയി യൂസ് ചെയ്യാം. അപ്പോൾ എനർജിക്കും വർക്കിനും സെയിം ഡയമെൻഷൻ വന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നേച്ചർ ഓഫ് എ ക്വാണ്ടിറ്റി റാദർ ദാൻ ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതല്ല നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്വഭാവം എന്താണ്. കൈനറ്റിക് എനർജിയുടെ സ്വഭാവം അത് എനർജി ആണെന്നതാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ സ്വഭാവം അത് എനർജി ആണെന്നതാണ്. എനർജിയുടെ സ്വഭാവം അത് എബിലിറ്റി ടു ഡു വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ വർക്കിനും എനർജിക്കും സെയിം ഡയമെൻഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഡയമെൻഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നേച്ചർ ഓഫ് എ ക്വാണ്ടിറ്റിയാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ സ്വഭാവം എന്ത് എന്നതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നത് നമുക്ക് ഈ ഡയമെൻഷൻ വെച്ച് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം, കാരണം രണ്ടിടത്തും സെയിം ഡയമെൻഷനാണ് അല്ലേ. അപ്പോൾ അതാണ് ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വേണം, അതിനെ ഏതൊക്കെ പവേഴ്സിലേക്ക് റൈസ് ചെയ്യണം എന്നതാണ് നമ്മൾ എവിടെ പറയുന്നത്, ഡയമെൻഷണൽ ഫോർമുലയിൽ പറയുന്നത്. ഇനി എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ, ഇതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന് ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇവിടെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ എഴുതിയിരുന്നത് എന്തായിരുന്നു, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ, വോളിയത്തിൻ്റേത് എൽ ക്യൂബ് എന്നൊക്കെയാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഫോഴ്സിൻ്റെത് വർക്കിൻ്റെത് ഒക്കെ എഴുതി. ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിനെ സ്ക്വയറിലിടുന്നു. അതിൻ്റെ അർത്ഥം എന്താ, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത്, mL(T)⁻². അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്ത് എഴുതും. ക്വാണ്ടിറ്റിയുടെ ഡിനോട്ടേഷനെയും ഡയമെൻഷനെയും കൂടി ഇക്വേറ്റ് ചെയ്തു അല്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഏത് ഇക്വേഷൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ ഡയമെൻഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ഓക്കെ, അതായത് mL(T)⁻² ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, L(T)⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല, L(T)⁻² ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല, mL²T⁻² ആണ് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇതെല്ലാം ആ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുലാസ് ആണ്. ഈ ഡയമെൻഷണൽ ഫോർമുലയെയും ക്വാണ്ടിറ്റിയെയും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ അതിനെ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ഡയമെൻഷണൽ സമവാക്യം. എന്താണ് ഡയമെൻഷണൽ സമവാക്യം അഥവാ ഡയമെൻഷണൽ ഇക്വേഷൻ. മറ്റേത് ഡയമെൻഷണൽ ഫോർമുല അഥവാ ഡയമെൻഷണൽ സൂത്രവാക്യം. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ, mL(T)⁻², അതാണ് ഡയമെൻഷണൽ ഫോർമുല. അതിനെ ഫോഴ്സിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ എന്തായി, ഡയമെൻഷണൽ ഇക്വേഷനായി, സിമ്പിൾ. അപ്പോൾ ആക്സിലറേഷൻ എന്ത്, ആക്സിലറേഷൻ a ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ഈസ് ഈക്വൽ ടു L(T)⁻². ഇതാണ് എന്ത്, ഡയമെൻഷണൽ ഇക്വേഷൻ. അതുപോലെ വെലോസിറ്റി ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, L(T)⁻1 ഇട്ടു. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. L(T)⁻2 എന്ന് മാത്രം പറഞ്ഞാൽ അതെന്ത്, എന്താണ്, L(T)⁻2 എന്ന് മാത്രം പറഞ്ഞാൽ അത് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. L(T)⁻1 എന്ന് മാത്രം പറഞ്ഞാൽ അത് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. mL(T)⁻2 എന്ന് മാത്രം പറഞ്ഞാൽ അത് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുലയെ ക്വാണ്ടിറ്റിക്ക് ഇക്വേറ്റ് ചെയ്താൽ അത് ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുലയെ ക്വാണ്ടിറ്റിക്ക് ഇക്വേറ്റ് ചെയ്താൽ അത് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ അവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ ആർ ദി ഇക്വേഷൻസ് വിച്ച് റെപ്രസെൻറ്റ്സ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസ് ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞ സാധനം തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്, ഈ ക്വാണ്ടിറ്റി ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. ഡെൻസിറ്റി ആണെങ്കിൽ ഡെൻസിറ്റി നമ്മൾ റോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോയുടെ ഡയമെൻഷൻ ഈക്വൽ ടു mL(3) എന്ന് എഴുതുന്നു. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു, ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞു, ഡയമെൻഷണൽ ഇക്വേഷൻ പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ, വെറുതെ ഇരുന്നിട്ട് ഇതിനൊക്കെ കുറച്ച് സിമ്പിൾ കൊടുത്ത് കളയാം, എന്നിട്ട് ഇതിനൊക്കെ ഇന്ന ടേംസിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് ഇങ്ങനെ സിമ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സിൽ എന്തെങ്കിലും അതിനൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ഉപയോഗം ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഉണ്ടാക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ അത് വെച്ചുള്ള 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇക്വേഷൻസ് വെരിഫൈ ചെയ്യാം, വെരിഫൈ ഇക്വേഷൻസ്. അതുപോലെ ഡിഫറൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനിടയിലെ റിലേഷൻ കണ്ടുപിടിക്കാം, ഡിസ്കവർ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇത് 2 ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഇക്വേഷൻസിനെ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സമവാക്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ്. ഫിസിക്സിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്, ശരിക്കും ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു മാർഗമാണ് ചെക്കിംഗ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. അതായത് ഒരു സമവാക്യം, വെരിഫൈയിങ് ദാറ്റ് ഇക്വേഷൻസ് ആർ ഡയമെൻഷണലി ഹോമോജീനസ് ആൻഡ് ഫിസിക്കലി മീനിങ് ഫുൾ. മനസ്സിലായി കാണണമെന്നില്ല, പക്ഷേ ഇതെന്താണെന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒരു ഇക്വേഷൻ ഡയമെൻഷണലി ഹോമോജീനസ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയമെൻഷൻസിനെ യൂസ് ചെയ്യും. രണ്ടാമത്തത്
ഡെഡ്യൂസിങ് റിലേഷൻഷിപ്പാണ്. അതായത് ഡിഫറൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനിടയിലെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ഹോമോജീനസ് ആണോ നോക്കണം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ നോക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. പ്രിൻസിപ്പിൾ ഓഫ്, വെരി ഇമ്പോർട്ടൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ? മലയാളത്തിൽ ഡയമെൻഷണൽ ഏകാത്മകതാ തത്വം എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷനെ ഡയമെൻഷണൽ ഏകാത്മകതാ തത്വം. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിൽ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ, ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഇഫ് ദേ ഷെയർ ദ സെയിം ഡയമെൻഷൻ, ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലേ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കൂ. സിമ്പിളി പറഞ്ഞാൽ നിങ്ങൾക്ക് 5 കിലോഗ്രാമും 3 സെൻറ്റിമീറ്ററും കൂട്ടാൻ പറ്റൂ. 3 സെക്കൻഡും 40 ക്യാൻഡലയും കൂട്ടാൻ പറ്റൂ. ഇനി 5 കിലോമീറ്ററും 3 മോളും തമ്മിൽ കൂട്ടാൻ പറ്റൂ. ഒന്ന് ആലോചിക്കുക, അങ്ങനെ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾക്ക് എന്ത് പറ്റും? 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും കൂട്ടിയാൽ 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. 3 സെൻറ്റിമീറ്ററും 5 കിലോഗ്രാമും കൂട്ടിയാൽ എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റൂല. കാരണം സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, കിലോഗ്രാം എന്നത് മാസാണ്. രണ്ടും ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ആണ്. ഡിഫറൻറ്റ് ഡയമെൻഷൻസിനെ നിങ്ങൾക്ക് കൂട്ടാൻ കഴിയില്ല, കുറയ്ക്കാൻ കഴിയില്ല. 5 കിലോഗ്രാമിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല. 5 കിലോഗ്രാമിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ പറ്റില്ല. കാരണം 5 കിലോഗ്രാം മാസാണ്, 3 സെൻറ്റിമീറ്റർ നീളമാണ്. അപ്പോൾ ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് തമ്മിൽ, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റൂല. അതാണ് എന്ത്, ഡയമെൻഷണൽ ഏകാത്മകതാ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. അതായത് 2 ക്വാണ്ടിറ്റീസ് കൂട്ടുകയോ കുറയ്ക്കുകയോ, 2 അല്ല 2-ലധികം ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവയ്ക്ക് ഒരേ ഡയമെൻഷൻ ആയിരിക്കണം, സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ? 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ, അല്ലെങ്കിൽ 2-ലധികം ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ, ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാൻ കഴിയണമെങ്കിൽ അവയ്ക്ക് ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം, ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ, ഓൺലി ക്വാണ്ടിറ്റീസ് വിത്ത് സെയിം ഡയമെൻഷൻസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അതായത് ഒരേപോലെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, ലെങ്തിൽ നിന്ന് മാസ് കുറയ്ക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വർക്കും എനർജിയും തമ്മിൽ കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നും. വർക്കും എനർജിയും തമ്മിൽ കുറയ്ക്കാൻ പറ്റൂ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നും. വർക്കും എനർജിയും സിമിലർ ക്വാണ്ടിറ്റീസ് അല്ലേടേ? വർക്കും എനർജിയും ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി അല്ലേടേ? ആണ്. അപ്പോൾ അവ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, A = B + C + D. സപ്പോസ് എ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബി ഒരെണ്ണം, സി ഒരെണ്ണം, ഡി ഒരെണ്ണം, 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇങ്ങനത്തെ ഇക്വേഷൻ തന്നിരിക്കുക. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പ്രകാരം ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസെ കൂട്ടാൻ പറ്റൂ. ആണേ? അപ്പോൾ നിങ്ങൾ ബിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കി, സിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കി, ഡിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കിയപ്പം ഇത് 3ഉം സെയിം ആണ്. ബിയുടെ ഡയമെൻഷൻ സെയിം ആണ്, എയുടെ ഡയമെൻഷൻ സെയിം ആണ്, ബിയുടെ സെയിം ആണ്, സിയുടെ സെയിം ആണ്, ഡിയുടെ സെയിം ആണ്. 3ഉം കൂട്ടാമേ? കൂട്ടാം. ഇനി ഇത് എക്ക് സെയിം ആവണമെന്ന് നിർബന്ധമുണ്ടോടെ? ഈ ഓരോ ഡയമെൻഷനും എക്ക് സെയിം ആവണം. കാരണം ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ബി എം സി എം ഡി എം ഇപ്പുറം കൊണ്ടുവന്നാൽ A - B - C - D = 0 എന്നാവും ഈ ഇക്വേഷൻ. അപ്പോൾ ഇതും ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ LHSലും RHSലും ഉള്ള ക്വാണ്ടിറ്റീസിന് ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. എന്താണ്? ഒരു ഇക്വേഷനിൽ എത്ര ടേംസ് ഉണ്ടോ, അത് LHSലുള്ള ടേംസ് ആവട്ടെ, RHSലുള്ള ടേംസ് ആവട്ടെ, അതെല്ലാം ഒരേ ഡയമെൻഷൻ ഉള്ളതായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താവണം? എയുടെ ഡയമെൻഷനും ഇവയ്ക്ക് തുല്യമാവണം. എങ്കിൽ മാത്രമേ ഇത് സെയിം ആവും. ഇനി വേറെ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. A = BC + D എന്നൊരു ഇക്വേഷൻ തന്നു. ഇവിടെ A = ഡയമെൻഷൻ ഓഫ് B = ഡയമെൻഷൻ ഓഫ് C = ഡയമെൻഷൻ ഓഫ് D. ഇങ്ങനെ ആവുമ്പോൾ എന്താവും? ഇക്വേഷൻ ശരിയാവും. പാവം, നോക്കിയിരുന്നോ? ഇവിടെ എന്താണ് പ്രശ്നം? BC എന്നത് ഒറ്റ ടേമാണ്. ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? A = B = C = D. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ? A = BC + D. BC എന്നത് ഒറ്റ ടേമാണ്. അപ്പോൾ ബിയുടെയും സിയുടെയും സെപ്പറേറ്റ്ലി ശരിയായാലും ഈ ഇക്വേഷൻ ശരിയാവില്ല. ഇവിടെ മറിച്ച് എന്താ വരേണ്ടത്? ഇത് തെറ്റാണ്. പകരം ഇവിടുത്തെ കണ്ടീഷൻ എന്താ? എയുടെ ഡയമെൻഷൻ = BCയുടെ ഡയമെൻഷൻ = ഡിയുടെ ഡയമെൻഷൻ എന്ന് വരണം. എങ്കിലേ ഈ ഇക്വേഷൻ ശരിയാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടേം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. BC എന്നത് ഇവിടെ ഒറ്റ ടേമാണ്. ഇവിടെ അങ്ങനെയല്ല. ബി ഒരു സെപ്പറേറ്റ് ടൈം, സി ഒരു സെപ്പറേറ്റ് ടൈം, ഡി ഒരു സെപ്പറേറ്റ് ടൈം.
അവിടെ നിങ്ങൾ മൂന്നും സെപ്പറേറ്റ് ചെയ്യാൻ പിടിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ബി സി ഒരൊറ്റ ടൈമാണ്. അപ്പോൾ എയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ബി സിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു ഡിയുടെ ഡയമെൻഷൻ ആണ്, എങ്കിലേ ഈ ഇക്വേഷൻ ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായില്ലേ? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷനാണ് തെറ്റെന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഡയമെൻഷൻ എല്ലാ ടൈമിൻ്റെ സെയിം അല്ലെങ്കിൽ ആ ഇക്വേഷൻ അപ്പം തെറ്റാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചില ഫിസിക്സിലെ ഓപ്പറേഷൻസും ചില ഇക്വേഷനിൽ തന്നിരിക്കുന്ന അഡീഷണൽ സബ്ട്രാക്ഷൻ ശരിയാണോ നോക്കാം. ഇപ്പോൾ വെലോസിറ്റി പ്ലസ് ഫോഴ്സ് എന്നൊരു ഓപ്പറേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റൈസ് ടു -1. ഫോഴ്സിൻ്റെ എന്താണ്? എം എൽ ടി റൈസ് ടു -2. രണ്ടും സെയിം ഡയമെൻഷൻ ആണോ? അല്ല. സെയിം ഡയമെൻഷൻ അല്ലാത്തത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻവാലിഡ് ഓപ്പറേഷൻ. ഇത് നമുക്ക് ശരിയായിട്ട് നടത്താൻ കഴിയില്ല, കാരണം ഡിഫറൻറ്റ് ഡയമെൻഷൻസ് കാനോട്ട് ബി ആഡഡ്. ഡിഫറൻറ്റ് ഡയമെൻഷൻസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്പറേഷൻ നോക്ക്, ഡിസ്റ്റൻസ് പ്ലസ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ എല്ല് കൂട്ടാം, ശരിയാണ്, വാലിഡ് ഓപ്പറേഷനാണ്. സെയിം ഡയമെൻഷൻസിനെ നമുക്ക് കൂട്ടാം. 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററും നമുക്ക് ആഡ് ചെയ്യാം, കറക്റ്റാണ്. ഇനി ഇലക്ട്രിക് കറണ്ട് മൈനസ് ടെമ്പറേച്ചർ. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയമെൻഷൻ ഏതാണ്? എ. ടെമ്പറേച്ചറിൻ്റെ ഏതാണ്? കെ. രണ്ടും സെയിം ഡയമെൻഷൻ ആണോ? അല്ല. ഡിഫറൻറ്റ് ഡയമെൻഷൻസ് കൂട്ടാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സബ്ട്രാക്ഷൻ പറ്റൂല, ഇൻവാലിഡ് ആണ്, കാരണം ഡിഫറൻറ്റ് ഡയമെൻഷൻസ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവയ്ക്ക് സെയിം ഡയമെൻഷൻ ആയിരിക്കണം. മനസ്സിലായോ? ഇതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡയമെൻഷണൽ ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് പറഞ്ഞൂടെ? അതായത് ഒരു ഇക്വേഷനിലുള്ള എല്ലാ ടൈംസിൻ്റെയും ഡയമെൻഷൻ സെയിം അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഉറപ്പായിട്ടും തെറ്റാണ്. എന്താണ്? ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് ആൾ ടൈംസ് എന്ന് പറഞ്ഞാൽ സമത്തിൻ്റെ ഇപ്പുറത്തും കുറേ ടൈംസ് ഉണ്ടാവും, സമത്തിൻ്റെ RHSലും ടൈംസ് ഉണ്ടാവും. ഇതെല്ലാം എടുക്കണം, എല്ലാ ടൈമും എടുക്കണം. എല്ലാ ടൈമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ഒരു ഇക്വേഷനിൽ എത്ര ടൈംസ് ഉണ്ടോ ആ എല്ലാ ടൈംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് തെറ്റാണ്. എന്താണ്? ഉറപ്പായി, ഡെഫിനറ്റ്ലി റോങ്. ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് ആൾ ടൈംസ് ഇൻ ആൻ ഇക്വേഷൻ ആർ നോട്ട് ദ സെയിം, അത് സെയിം അല്ലെങ്കിൽ ദ ഇക്വേഷൻ ഈസ് ഡെഫിനറ്റ്ലി റോങ്, ഉറപ്പായിട്ടും തെറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നു, അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ A = BC + D എന്ന് പറയുന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളത് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ എന്താണ്? ആ ഇക്വേഷൻ ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആണ് എന്നതുകൊണ്ട് അത് ശരിയാവണമെന്നുണ്ടോ? എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഡയമെൻഷണലി അത് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എല്ലാ ടൈംസിനും ഒരേ ഡയമെൻഷൻ അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും തെറ്റാണ്. അപ്പോൾ അവിടെ വേറെ ചോദ്യമുണ്ട്, എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ശരിയാകുമോ? അതാണ് എൻ്റെ ചോദ്യം. എന്താണ്? എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ശരിയാകുമോ? ഞാൻ പറയുകയാണ് നിങ്ങളോട്, ടോട്ടൽ എനർജി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നിങ്ങൾക്ക് അറിയാമേ. അപ്പം ഞാൻ പറയുകയാണ്, ടോട്ടൽ എനർജി ഓഫ് ദ ബോഡിയെ E എന്ന് എഴുതി, ഞാൻ തൊട്ടിപ്പുറത്ത് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി mv² എന്ന് എഴുതി, ഇനി പ്ലസ് ½ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇക്വേഷൻ ശരിയാണോ? ഞാൻ ഈ എഴുതിയിരിക്കുന്ന സമവാക്യം ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ LHSലുള്ളത് ഏതാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ml² T⁻² ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ടോട്ടൽ എനർജിയാണ് LHSലുള്ളത്. അപ്പോൾ ഇതേ സമവാക്യം തന്നെ, ഇതേ ഡയമെൻഷണൽ ഫോർമുല തന്നെ ഇപ്പുറത്തുള്ള ടൈംസിനും വരണം. mv², നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജി ½ ആയിരുന്നല്ലോ, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ചെയ്തെടുത്തില്ലേ? അവിടെ നമുക്ക് എന്ത് തന്നെ വന്നു? ml² T⁻² തന്നെ വന്നു. അപ്പോൾ ഇതിൻ്റെതും എന്താണെന്ന് നമുക്കറിയാം. ഇത് രണ്ടിൻ്റെതും ml² T⁻² ആണെന്ന് കിട്ടി. ഇനി ഇവിടെ ഉള്ളത് ഏതാ? ½ ഹാഫ് പോലുള്ള കോൺസ്റ്റൻറ്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല, അത് നമ്മളിനി പറയും. mgh ഏതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി, അതും ml² T⁻² ആണെന്ന് നമുക്ക് കിട്ടി. ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഈ ഇക്വേഷൻ ശരിയാണോ? ടോട്ടൽ എനർജി ഓഫ് എ ബോഡി ഈക്വൽ ടു mv² + ½ ആണോ? അല്ല. കാരണം ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ½ mv² + mgh എന്ന് വന്നാലേ ഈ ഇക്വേഷൻ കറക്റ്റ് ആവും. മനസ്സിലായോ? പക്ഷേ ഇവിടെ തന്നിരുന്നത് mv² + ½ mgh എന്നാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചപ്പോൾ എല്ലാ ടൈംസിൻ്റെയും സെയിം ഡയമെൻഷനായിട്ട് വന്നു എന്ന് പറഞ്ഞ് ഈ ഇക്വേഷൻ ശരിയാണോ? അല്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ ഒരു ഇക്വേഷനിൽ തുല്യമല്ലേ? ആ ഇക്വേഷൻ ഉറപ്പായിട്ട് തെറ്റാണ്. എന്താണ്? എല്ലാ ടൈംസിൻ്റെയും ഡയമെൻഷൻ തുല്യമല്ലെങ്കിൽ
ആ സമവാക്യം ഉറപ്പായിട്ടും തെറ്റാണ് എന്ന് കരുതി എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ തുല്യമായതുകൊണ്ട് ആ ഇക്വേഷൻ ശരിയാവണമെന്നില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം അല്ലെങ്കിൽ അത് ഉറപ്പായും തെറ്റാണ്, ഡെഫിനറ്റ്ലി റോങ് ആണ്. പക്ഷേ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ തുല്യമാണെന്ന് കരുതി അത് ശരിയാവണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറിലി റൈറ്റ്. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ആൾ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ ഡു നോട്ട് ഹാവ് ദ സെയിം ഡയമെൻഷൻ ദെൻ ദാറ്റ് ഇക്വേഷൻ വിൽ സെർട്ടൻലി ബി റോങ്. ഉറപ്പായിട്ടും ഡയമെൻഷൻ സെയിം അല്ലേ, ഉറപ്പായിട്ടും തെറ്റാണ്. ബട്ട് കൺസിസ്റ്റൻസി ഈസ് നോട്ട് സഫിഷ്യൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിസ്റ്റൻസി എന്തല്ല, സഫിഷ്യൻ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ mv² + mgh ഉദാഹരണം, അല്ലെങ്കിൽ mv² + ½ mgh ഉദാഹരണം. അവിടെ എന്ത്, ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എലോൺ ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് ആൻ ഇക്വേഷൻ ഈസ് കറക്റ്റ്. മനസ്സിലായോ? ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആണ് എന്നതുകൊണ്ട് മാത്രം ഒരു സമവാക്യം ശരിയാവണമെന്നില്ല. An equation can pass the dimension test but still be wrong due to incorrect numerical factors. ആണ് ഞാനിവിടെ പറഞ്ഞത്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mv² + ½ mgh. ഇനി ഇങ്ങനെയല്ല, mv² + mgh എന്ന് മാത്രമാണ് നിർത്തുക. അതും തെറ്റാണ്. കാരണം ഹാഫ് വരാനുള്ളത് ആരുടെ മുമ്പിലാണ്? mv². പക്ഷേ ഇവിടെ mv² ഫ്രണ്ടിൽ ഒന്നുമില്ല, ഹാഫ് എടുത്ത് mgh ഫ്രണ്ടിൽ ഇട്ടു. ഇവിടുത്തെ ന്യൂമറിക്കൽ ഫാക്ടർ ഇൻകറക്റ്റ് അല്ലേ, എന്നിട്ടും ഈ ഇക്വേഷൻ ശരിയായില്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് പാസ്സായാലും ആ ഇക്വേഷൻ തെറ്റാവാം. എന്തുകൊണ്ട്? അവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന കോൺസ്റ്റൻറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ. അപ്പോൾ ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് അല്ലേ, അല്ലെങ്കിൽ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ അല്ലേ, ഉറപ്പായും തെറ്റാണ്. പക്ഷേ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആണ് എന്നതുകൊണ്ട് മാത്രം അത് ശരിയാവണമെന്നുമില്ല. അതാണ് കൺസിസ്റ്റൻസി ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. എലോൺ ഡസ് നോട്ട് ഗ്യാരണ്ടി. ഇത് ശരിയായി എന്നതുകൊണ്ട് മാത്രം ഒരു സമവാക്യം ശരിയാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാം? ഇഫ് ആൻ ഇക്വേഷൻ ഫെയിൽസ് ദ കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് റോങ്. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് ഫെയിലായ ഒരു ഇക്വേഷൻ അത് ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷേ ബട്ട് ഇഫ് ഇറ്റ് പാസസ് ഇറ്റ് ഈസ് നോട്ട് നെസസറിലി പ്രൂവ്ഡ് റൈറ്റ്. പക്ഷേ കൺസിസ്റ്റൻസി പാസ് ടെസ്റ്റായി എന്നതുകൊണ്ട് മാത്രം അത് ശരിയാവണം എന്നൊരു ഉറപ്പുമില്ല, ഒരു നിർബന്ധവുമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ പഠിച്ചു വെച്ചോണം. ജസ്റ്റ് ബിക്കോസ് ആൻ ഇക്വേഷൻ മെയിൻറ്റെയിൻസ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ഇറ്റ് ഈസ് എ കറക്റ്റ് ഇക്വേഷൻ. ഡയമെൻഷണലി ഒരു ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ് എന്നതുകൊണ്ട് അത് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷേ ആൻ ഇക്വേഷൻ ഇഫ് ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ഇറ്റ് മസ്റ്റ് ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. പക്ഷേ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ അതെന്ത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ? ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആയേ പറ്റൂ. അപ്പോൾ ഈ കൺസെപ്റ്റ് ഉറപ്പായിട്ട് ഓർത്തോണേ. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഫെയിൽ ആയാൽ ഒരു ഇക്വേഷൻ ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷേ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി പാസ്സായി എന്നതുകൊണ്ട് അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ ഓർത്ത് വയ്ക്കുക. സിമിലർ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ആപ്ലിക്കേഷൻ ഡയമെൻഷൻ്റെ. എന്താണ്? ഇക്വേഷൻസിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിങ്ങളോടൊരു കാര്യം ചോദിച്ചിരുന്നു. ഏരിയ ഓഫ് എ സർക്കിൾ പറഞ്ഞ സമയത്ത് πr² നമ്മൾ ഈ r² ഡയമെൻഷൻ മാത്രമേ എടുത്തുള്ളൂ. പൈക്ക് ഡയമെൻഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ½ mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. അതിൽ mv² മാത്രം ഡയമെൻഷനെ നമ്മൾ എടുത്തുള്ളൂ. 1/2 ഡയമെൻഷൻ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ഡയമെൻഷൻ ഇല്ല. അതിനെയാണ് നമ്മൾ ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഡയമെൻഷൻ ഇല്ല? കോൺസ്റ്റൻറ്റുകൾക്കൊന്നും ഡയമെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇക്വേഷൻസിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റുകൾക്ക്, ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റുകൾക്കൊന്നും, പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. അതൊരു ന്യൂമറിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റുകൾക്കൊന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈക്വൽ ടു 2π × √L/g. ഇവിടുത്തെ 2πക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത സാധനം ആർഗ്യുമെൻ്റ് ഓഫ് സ്പെഷ്യൽ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ. അതായത് സൈൻ തീറ്റ ലോഗ് AB എക്സ്പൊണൻഷ്യൽ mx ഇങ്ങനെയൊക്കെ ഒരു സാധനം തന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ്? ഈ തീറ്റയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ഓഫ് ദ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ എന്ന് പറയുന്നത്. ആർഗ്യുമെൻ്റ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ. ഈ AB ആണ് നമ്മൾ ആർഗ്യുമെൻ്റ് ഓഫ് ദ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ mx-നെയാണ് ആർഗ്യുമെൻ്റ് ഓഫ് ദ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനൊക്കെ പോലുള്ള ഫംഗ്ഷൻസ് കഴിഞ്ഞു വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ആർഗ്യുമെൻറ്റുകൾക്കൊന്നും ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇതിൻ്റെയൊക്കെ ആർഗ്യുമെൻറ്റുകൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല.
ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ എക്സെട്രാസ് ഡു നോട്ട് ഹാവ് ഡയമെൻഷൻ. അവയ്ക്കൊന്നും ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് അതുപോലെ പ്യുവർ നമ്പേഴ്സിനും എന്തുണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണോ പൈ, അതുപോലെ ഈ എന്നുള്ളതിനെ എക്സ്പോണൻഷ്യൽ ആയിട്ടല്ലാതെ ഈ എന്ന നമ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഇപ്പം ഹാഫ് mv² ഫ്രണ്ടിൽ ഹാഫ് 2π അല്ലേ, 2π√L/Gയിലെ 2π അതുപോലുള്ള പ്യുവർ നമ്പേഴ്സിനൊന്നും, പ്യുവർ മാത്തമെറ്റിക്കൽ നമ്പേഴ്സിനൊന്നും എന്തില്ല ഹാവ് നോ ഡയമെൻഷൻ. ദേ ആർ യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം. ഏത് മെഷർമെൻറ്റ് സിസ്റ്റം വെച്ച് നിങ്ങൾ അളന്നാലും അവ യൂണിവേഴ്സലാണ്. പൈക്ക് ഒരു വാല്യൂ ഉള്ളൂ. അത് പൈ നിങ്ങളിനി ഇവിടെ ഇരുന്ന് അളന്നു, മറ്റേ ചൊവ്വയിലിരുന്ന് അളന്നപ്പോഴേ 2 വാല്യൂ ഇട്ടില്ല. പ്രപഞ്ചത്തിൽ എവിടെയായാലും പൈക്ക് ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്യുവർ നമ്പേഴ്സ്, പക്ഷേ മെഷർമെൻറ്റ് അങ്ങനെയല്ല, മാറാം അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റുകൾക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻ പഠിച്ചു വെച്ചോണം. ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, ഇതിൻ്റെ ഒന്നും ആർഗ്യുമെൻറ്റുകൾക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അതുപോലെ പ്യുവർ നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത വേറൊരു സാധനം കൂടെ വരും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ മീഡിയത്തിലൂടെ പ്രകാശം പോകുന്ന വെലോസിറ്റി v ആണ് എന്ന് വിചാരിക്കുക. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗം എന്താണ്? c ആണ്. 3 × 10⁸ ആണ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, 3 × 10⁸ m/s ആണ്. ഈ വേഗതയിലായിരിക്കണമെന്നില്ല പ്രകാശം ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്, ആ വേഗതയിലായിരിക്കണമെന്നില്ല ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന വെലോസിറ്റി v ആണെങ്കിൽ ശൂന്യതയിലെ വേഗം ബൈ ആ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗമാണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം മുകളിലും വെലോസിറ്റിയാണ്, താഴെയും വെലോസിറ്റിയാണ്. രണ്ടും ഒരേ ഡയമെൻഷനാണ്. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയില്ലേ? രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? താഴെ മുകളിലുള്ളത് സെയിം ഡയമെൻഷനാണ്, ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇതുപോലെ ആംഗിൾ നിങ്ങൾ നോക്ക്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിലാണ് നമ്മൾ പറയുന്നത്? ലെങ്തിൻ്റെ യൂണിറ്റ് L, റേഡിയസിൻ്റെയും ലെങ്ത് L. അപ്പോൾ എന്തില്ല? രണ്ടും ഒരേ ഡയമെൻഷൻ ഇല്ല. പക്ഷേ യൂണിറ്റ് ഉണ്ട്. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, അപ്പോൾ ആംഗിളിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? റേഡിയനും സ്റ്റെറേഡിയനും ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത, പ്ലെയിൻ ആംഗിളും സർഫസ് ആംഗിളും ഒക്കെ അല്ലേ. അപ്പോൾ ആംഗിളിന് എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അപ്പോൾ ഒരേ തരം ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആയി വരുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് ഹാവ് ഡയമെൻഷൻ. കണ്ടോ, ആംഗിൾസ് ആർ ഡയമെൻഷൻലെസ് ബിക്കോസ് ദേ ആർ റേഷ്യോസ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. ആർക്ക് ബൈ അതായത് ലെങ്ത് ബൈ ലെങ്ത്, ആർക്ക് ബൈ റേഡിയസ്, ലെങ്ത് ബൈ ലെങ്ത്. അതുപോലെ സ്ട്രെയിൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും, ഒരു വസ്തുവിന് ഒരു പർട്ടിക്കുലർ നീളമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്തിന് ഒരു ചേഞ്ച് വന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ് സ്ട്രെയിൻ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ആണ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, രണ്ട് ഏരിയ, രണ്ടും ഒരേ സിമിലർ ക്വാണ്ടിറ്റി. ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം, രണ്ടും വോളിയം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത്, രണ്ടും ലെങ്ത്. അപ്പോൾ സിമിലർ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഓർത്തെ കണ്ടീഷൻ ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക്, ഈ ഫംഗ്ഷൻസിൻ്റെ ആർഗ്യുമെൻറ്റിന് എന്തുണ്ടാവാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റുകൾക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സിമിലർ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോസിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇനി ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ v = u+at. v എന്ന് പറഞ്ഞാൽ Lt⁻⁻1 ആണ് അല്ലേ, ഫൈനൽ വെലോസിറ്റി. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയാണ്, അതും എന്ത് തന്നെയാണ്? Lt⁻⁻1 തന്നെയാണ്. ഇനി at നമ്മൾ കണ്ടുപിടിക്കണം. at എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇൻറ്റു ടൈം. ആക്സലറേഷൻ എത്രയാണ്? Lt⁻2 ഇൻറ്റു t അല്ലേ. t⁻2 +1 ആണ്, ഇത് +1 ആണ്, ഇൻറ്റു t⁻1. അപ്പോൾ എന്താവും? Lt⁻1 ആവും. അപ്പോൾ ഇതാണ് at ഡയമെൻഷൻ. അപ്പോൾ at ഡയമെൻഷൻ സെയിം ആണ്, Lt⁻1 ആണ്. അത് തന്നെയാണ് ആരുടെ ഡയമെൻഷൻ? യുവിൻ്റെ ഡയമെൻഷൻ. അത് തന്നെയാണ് ആരുടെ ഡയമെൻഷൻ? വിയുടെ ഡയമെൻഷൻ. അപ്പോൾ v = u+at വിയുടെ ഡയമെൻഷനും യുവിൻ്റെ ഡയമെൻഷനും at ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ ഡയമെൻഷണലി ആ ഇക്വേഷൻ എന്താണ്? വാലിഡ് ആണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ s = ut+a എന്നൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. s എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് L. ut എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, അല്ലെങ്കിൽ ut വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ Lt⁻1 ഇൻറ്റു t,
അപ്പോൾ T⁻⁻1 T⁻+1 കൂടെ പോകും, ബാക്കി L മാത്രമേ ഉള്ളൂ. അപ്പോൾ എസിൻ്റെതും യു ടിയുടേതും സെയിം ആണ്. ഇനി എയുടേത് എന്താണ്? LT⁻², ആണ്. തേഞ്ഞ്. ബാക്കി രണ്ട് L ആയിരുന്നു, പക്ഷേ ഇത് LT⁻². സെയിം ഡയമെൻഷൻ ആണോ? അല്ല. അപ്പോഴേ നമുക്ക് പറയാം ഇക്വേഷൻ തെറ്റാണ്, കൺസിസ്റ്റൻ്റ് അല്ല, ഇക്വേഷൻ തെറ്റാണെന്ന് ഉറപ്പിക്കാം. ആക്ച്വലി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ? S = UT + ½ AT² എന്ന് പറയണം. ഇനി ഹാഫ് തന്നിട്ടിരുന്നില്ല, AT² എന്ന് മാത്രം ഇവിടെ തന്നാലും സെയിം ആയിരുന്നു, കാരണം ഹാഫിന് ഡയമെൻഷൻ ഇല്ല, അല്ലേ? അപ്പോൾ S = UT + A തെറ്റാണ്. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. നമ്മൾ ഈ സിനുസോയിഡൽ മോഷൻ എന്ന് പറയും, വേവിൻ്റെയൊക്കെ മോഷനിൽ നമ്മൾ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ y = A sin ωt എന്നാണ് എഴുതുന്നത്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. y ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, A എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L ആണ്. A എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. ഇവിടുത്തെ കറണ്ട് A അല്ലേ, ആംപ്ലിറ്റ്യൂഡിൻ്റെ ആണെന്ന് ഓർത്തോണേ, ആംപ്ലിറ്റ്യൂഡിൻ്റെതും L ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ശരിയാവണമെങ്കിൽ sin ωt മൊത്തത്തിൽ ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞു ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റിൽ എന്ത് സൈനിൻ്റെ എന്തായി വരുന്ന സൈനിൻ്റെ ആർഗ്യുമെൻ്റായി വരുന്ന എന്ത് ക്വാണ്ടിറ്റി ആണോ അതിന് ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ സൈനിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? ωt. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി നമ്മൾ 2π/t എന്ന് എഴുതാറുണ്ട്. ഒമേഗ = 2π/t എന്ന് എഴുതാറുണ്ട്. അതായത് 2π കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാമേ, ബാക്കി താഴെ ടൈമേ ഉള്ളൂ. അപ്പോൾ ഒമേഗയുടെ ഡയമെൻഷനെ നമുക്ക് എന്തെന്ന് എഴുതാം? T⁻⁻1 എന്ന് എഴുതാം. അപ്പോൾ ഒമേഗ ടിയുടെ ഡയമെൻഷനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഒമേഗയുടേത് T⁻⁻1, T ടൈമാണ്, അത് T. T⁻⁻1 × T⁻1 എത്ര? T⁻0. അതായത് ഡയമെൻഷൻ ഇല്ല. ഒമേഗ ടിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ കറക്റ്റാ, സൈനിൻ്റെ ആർഗ്യുമെൻറ്റിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇക്വേഷൻ കറക്റ്റാ, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷണൽ കൺസിസ്റ്റൻസിയും ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റും വെച്ച് ഒരു ഇക്വേഷൻ കറക്റ്റാണോ നോക്കുന്നത്. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി പ്രകാരം എല്ലാ ടേമുകൾക്കും, ഇത് രണ്ടെണ്ണം അതിൻ്റെ എക്സാമ്പിളാണ്, എല്ലാ ടേമുകൾക്കും എന്തായിരിക്കണം? സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഡയമെൻഷൻലെസ് റിക്വയർമെൻറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞ ട്രിഗണോമെട്രിക് ലോഗരിതമിക് എക്സ്പോണൻഷ്യലിൻ്റെ ആർഗ്യുമെൻറ്റ്, സിമിലർ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോസ്, യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റുകൾ, ഇവയ്ക്കൊന്നും എന്തുണ്ടാവാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. x = x0 + v0t + ½ AT². ഈ x - x0നെ നമുക്ക് എന്തെന്ന് എഴുതാം? S എന്ന് എഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് S = UT + ½ AT² എന്ന ഫോർമുലയാണത്. യുവിന് പകരം നമ്മൾ എന്തെന്ന് ഇട്ടു? V0 എന്ന് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, x എന്ന് പറഞ്ഞാൽ എന്ത്? x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് L. x0 എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, അതും L തന്നെയാണ്. v0t എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, നമ്മൾ ആൾറെഡി പറഞ്ഞു LT⁻⁻1 × T. അപ്പോൾ അതെന്ത് വരും? L വരും. ½ AT² ഹാഫിന് ഡയമെൻഷൻ ഇല്ല, എക്കും T² ഡയമെൻഷൻ ഉള്ളൂ. എ എന്താണ്? LT⁻². ടിയുടെ സ്ക്വയർ എന്ത്? T². അപ്പോൾ T⁻⁻2ഉം T² കൂടെ പോവും, ബാക്കി എന്തുണ്ട്? L ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, LHSലുള്ള ടൈം RHSലുള്ള ടൈം എല്ലാ ടൈമുകൾക്കും എന്താണ്? സെയിം ഡയമെൻഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷണലി കറക്റ്റാണ്, അല്ലെങ്കിൽ ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ഓരോ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശേഷം എന്ത് പറഞ്ഞു? ആ ഡയമെൻഷൻ വെച്ച് ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഡയമെൻഷണലി കറക്റ്റ് ആയതുകൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല എന്ന് മനസ്സിലായി. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് എന്ത്? ഡെഡ്യൂസിങ് റിലേഷൻസ്. ഇത് നിങ്ങൾക്ക് തൽക്കാലം പഠിക്കാനില്ല, എന്താണ് രീതി എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഇടയിലെ റിലേഷൻ ഡെവലപ്പ് ചെയ്യും. എങ്ങനെ? ഒരു ക്വാണ്ടിറ്റി ബാക്കി ക്വാണ്ടിറ്റീസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വെൻ വി നോ ദ ഡിപ്പെൻഡൻസ് ഓൺ അതർ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി മറ്റ് ക്വാണ്ടിറ്റികളെ എങ്ങനെ, ഏതുവരെ, ടിപ്പിക്കലി ഒരു 3 വേരിയബിൾ വരെയൊക്കെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന എക്സാമ്പിൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അവിടെ നമുക്ക് കിട്ടിയ ഫോർമുല എന്താ? 2π√L/g എന്ന. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? ലെങ്തിനെയും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. ഇത് ആൾറെഡി ഇക്വേഷൻ അറിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എന്തേ തരൂ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ ലെങ്ത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ടൈം പീരീഡ് മാറുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി ധ്രുവപ്രദേശത്തും ഭൂമധ്യരേഖാ പ്രദേശത്തും വെച്ച് ചെയ്യുമ്പോൾ 2 ടൈം പീരീഡ് എടുക്കുന്നു. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട സാധനം എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്താലും ടൈം പീരീഡ് ചേഞ്ച് ചെയ്യും നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞുകൂടാ, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഒരു സൈഡിൽ നമ്മൾ ഡിപ്പെൻഡൻസീസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മളുടെ ടാർഗറ്റ് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. എന്ത് ലെങ്ത് മാറ്റുമ്പോഴും ടൈം പീരീഡ് മാറുന്നു, ജി മാറ്റുമ്പോഴും ടൈം പീരീഡ് മാറുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ആദ്യം മനസ്സിലാക്കി. ശേഷം അതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതും. അതായത് എന്ത് ഇവിടെ നമ്മൾ ടി എഴുതും, എന്നിട്ട് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എന്ത് ഇപ്പുറത്ത് ലെങ്തും ഉണ്ട്, പിന്നെ LT⁻⁻2 ഉണ്ട്. ഇതിനെ സം കോമൺ പവേഴ്സിലോട്ട് റൈസ് ചെയ്യും. M എന്നും N എന്നും പറഞ്ഞ് റൈസ് ചെയ്തിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്തെടുക്കും. ഈ സോൾവ് ചെയ്യുന്ന മെത്തേഡൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോണൻസ് സോൾവ് ചെയ്ത് ടി എന്തിനെ എല്ലിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ജി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ടി ഡിപ്പെൻഡ്സ് ഓൺ എന്ത് L⁻², അതുപോലെ അല്ലെങ്കിൽ സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്ത് മനസ്സിലായി? ലെങ്തിനെ 1/2 എന്ന പവറിലും ജിയെ -1/2 എന്ന പവറിലും ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് L, G⁻−1/2 എന്ന് പറഞ്ഞാൽ 1/√G. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് റൂട്ട് L/G എന്ന് എഴുതാം. അപ്പോൾ ടി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു റൂട്ട് L/G നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ടി ഈക്വൽ ടു 2π√L/G ആണ്. ഈ 2π എന്ന കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? റിലേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ എന്ത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഇക്വേഷനിൽ എന്തെങ്കിലും ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റുകൾ ഉണ്ടെങ്കിൽ അവ ഏതാണെന്ന് ഈ പറഞ്ഞ ഡെഡ്യൂസിങ് മെത്തേഡിലൂടെ നമുക്കറിയാൻ പറ്റില്ല. ടി ഈക്വൽ ടു സം കോൺസ്റ്റന്റിൻ്റെ റൂട്ട് L/G എന്ന് ഈ എക്സ്പോണൻറ്റ് സോൾവ് ചെയ്ത് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ഡയമെൻഷൻ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇവിടെയാണ്. എങ്ങനെയാണ് മറ്റേത് ഫോം ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾക്ക് PSC എസ് എഴുതാൻ ചോദിക്കില്ല. അതൊക്കെ +1+2 എസ് ക്വസ്റ്റനാണ്. അത് നിങ്ങൾക്ക് PSC ചോദിക്കില്ല. PSC ചോദിക്കുന്ന ഈ മെത്തേഡിൻ്റെ ഡ്രോബാക്സ് ആയിരിക്കും. ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നിങ്ങൾ ഇക്വേഷൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെഡ്യൂസ് ചെയ്യുന്നതിലെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഡ്രോബാക്ക്? കനോട്ട് ഡിറ്റർമിൻ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. ഒരു ഇക്വേഷനിൽ എന്തെങ്കിലും ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഉണ്ടോ എന്നറിയാൻ പറ്റില്ല. അതായത് 1/2, π, 2π ഒക്കെ പോലെയുള്ള പ്യുവർ നമ്പേഴ്സ്. ഞാൻ പറയില്ലേ ടി ഈക്വൽ ടു റൂട്ട് L/G, സം കോൺസ്റ്റന്റ് റൂട്ട് L/G എന്ന് കിട്ടും. പക്ഷേ സം കോൺസ്റ്റന്റ് 2π ആണെന്ന് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി വാലിഡിറ്റി മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, എക്സാക്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ദ മെത്തേഡ് ക്യാൻ വെരിഫൈ ഡയമെൻഷണൽ വാലിഡിറ്റി ബട്ട് കാനോട്ട് എസ്റ്റാബ്ലിഷ് ദ എക്സാക്ട് മാത്തമെറ്റിക്കൽ. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ, ഈ പറഞ്ഞ പോലെ ടൈം പീരീഡ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു റൂട്ട് L/G. ഇത് വാലിഡ് ആണ്. ഡയമെൻഷണലി ഈ സാധനം വാലിഡ് ആണ്, കാരണം ഡയമെൻഷൻസ് വെച്ചാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്തെടുത്തത്. പക്ഷേ എക്സാക്റ്റ് ആണോ? അല്ല. ഫ്രണ്ടിലെ കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ അത് എക്സാക്റ്റ് അല്ല. മനസ്സിലായോ? അങ്ങനെ അത് അവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഡയമെൻഷനുള്ള ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഷെയർ ഐഡൻറ്റിക്കൽ ഡയമെൻഷൻസ് ബട്ട് ആർ ഡിഫറൻറ്റ്. അതായത് എന്ത്, നമ്മൾ ആദ്യം തന്നെ എക്സാമ്പിൾ പറഞ്ഞു വർക്ക്, എനർജി, ടോർക്ക്, ഇത് മൂന്നിനും ഒരേ ഡയമെൻഷനാണ്. ഇതിൽ വർക്കും എനർജി സിമിലർ ആണ്, പക്ഷേ ടോർക്ക് എൻ്റയർലി ഡിഫറൻറ്റ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ മൂന്നിനും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ഡയമെൻഷനുള്ള ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് വന്നാൽ, അതുകൊണ്ട് എക്സാമ്പിൾ തന്നെ തന്നിട്ടുണ്ട്, വർക്ക് ആൻഡ് ടോർക്ക് ബോത്ത് ആർ ml² T⁻². അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഡെഡ്യൂസിങ് ഫോർമുല യൂസിങ് ഡയമെൻഷണൽ അനാലിസിസിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിച്ചു വെക്കണ്ട. അതിൻ്റെ ഡ്രോബാക്സ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് അതിൻ്റെ ഡ്രോബാക്സ്? അവിടെ ചെയ്യുന്ന എന്താ? ആദ്യം ഏതൊക്കെയാണ് ഡിപ്പെൻഡൻസീസ് എന്നറിയും, ശേഷം എക്സ്പോണൻസ് വെച്ച് ഇക്വേറ്റ് ചെയ്യും, ഡയമെൻഷൻസിൻ്റെ സോൾവ് ചെയ്ത് ഫോർമുല ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ ഫോർമുല ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റുകളോ പ്യുവർ നമ്പേഴ്സോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാം, എക്സാക്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരേ ഡയമെൻഷനുള്ള പല ക്വാണ്ടിറ്റീസ് വന്നാൽ, ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് വന്നാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. ഏതൊക്കെയാണ് 3 ഡ്രോബാക്ക്? ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് പറ്റൂല അറിയാൻ, വാലിഡിറ്റി അറിയാൻ പറ്റും, എക്സാക്ട്നെസ് അറിയാൻ പറ്റൂല. എക്സാക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റൂല. ഇവിടെ പറഞ്ഞ സാധനം 2π ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ. എക്സാക്റ്റ് ഇക്വേഷൻ അറിഞ്ഞൂടാ, വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാം. മൂന്നാമത്തേത് ഒരേ ഡയമെൻഷനുള്ള ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് വന്നാൽ അവയെ വേർതിരിച്ചറിയാൻ പറ്റൂല. ഇതാണ് എന്ത്, ഡയമെൻഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഫോം ചെയ്യുമ്പോഴുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാം ഒന്ന് ഓടിച്ചാലോചിച്ച് നോക്കി. എന്താണ് ഡയമെൻഷൻ? നമ്മൾ പറഞ്ഞ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സിമ്പിളുകളിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആ സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെ പവറിലേക്ക് റൈസ് ചെയ്ത് എഴുതുന്നു, അതായത് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് എങ്ങനെയൊക്കെ
ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഡയമെൻഷനിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. എന്ത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എങ്ങനെയൊക്കെ പുതിയൊരു ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നു എന്നതാണ് നമ്മൾ എന്തിൽ എഴുതുന്നത്, ഡയമെൻഷണൽ ഫോർമുലയിൽ എഴുതുന്നത്. ഇനി ഒരു ക്വാണ്ടിറ്റിയെയും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയെയും ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ അത് ഡയമെൻഷണൽ ഇക്വേഷനായി. ഈ ഡയമെൻഷണൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇക്വേഷൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ചെക്കിംഗ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. അതിന് നമ്മളെ സഹായിക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. അതായത് ഒരു ഇക്വേഷനിലുള്ള അതല്ല ഒരു 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2-ലധികം ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവയ്ക്ക് സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യും. എങ്ങനെ, ഒരു ഇക്വേഷനിലുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷേ അങ്ങനെ സെയിം ആയി എന്നതുകൊണ്ട് അത് ഉറപ്പായും ശരിയാവണമെന്നില്ല. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസിനിടയിൽ റിലേഷൻ റെഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിലെ ഡ്രോബാക്ക് എന്തൊക്കെയാണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് അറിയാൻ പറ്റൂല, വാലിഡിറ്റിയെ പറ്റൂ, എക്സാക്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല, അതുപോലെ ഒരേ ഡയമെൻഷനുള്ള ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് വന്നാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റൂല. അപ്പോൾ ഇത്ര ആയപ്പോൾ നമ്മൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ അത്യാവശ്യം NCERT SCERT പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു മൊഡ്യൂളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.